പടം ഒരു ആവറേജ് കണ്ടിരിക്കാം. പിന്നെ കഥ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും അങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. കുഴപ്പമില്ല, ഓരോന്നും പ്രതീക്ഷിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഒരു റൊമാൻറ്റിക് ഫാമിലി പടം, റൊമാൻസ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 3-4 കഥയുണ്ട് അതിനകത്ത്, ഒക്കെ റൊമാൻസിന് ഉദ്ദേശിച്ചാണ്. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ ചെറിയ ട്വിസ്റ്റായിട്ട് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ക്ലൈമാക്സിൽ പാളിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എവിടേക്കോ കണ്ടിരിക്കാൻ തോന്നും നമുക്ക്. 2.5-3 കൊടുക്കും. പടം പോരാ, ഒരു 4 കഥ കൊണ്ടിട്ട് പിന്നെ അത് ഒറ്റ കഥയാന്നുള്ള രീതിയിൽ പറയണം. പക്ഷെ അതൊരു കണക്ഷൻ ആയില്ല. 2. കഥ ഇന്ന് വരെ സിനിമ കണ്ടിറങ്ങിയതാണോ? നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് പെർഫോമൻസ്? കണ്ടിരിക്കാം. ഒരു ലവ് സ്റ്റോറി പടമായിരുന്നില്ലേ? ലവ് സ്റ്റോറി ആയിരുന്നു, ഓരോ ബാച്ച് ആയിട്ട് ഫാമിലിക്കൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റും. ഒരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? മൂവി സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് സൂപ്പർ. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. 3 ലവ് സ്റ്റോറി പറയുന്ന അത് ഒരു എന്താ പറയാ, സർപ്രൈസ് ആയിരുന്നു. അത് ഒരു ഇങ്ങനെ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഫാമിലിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 ഒരു 3.5. ചേട്ടൻ എങ്ങനെയായിരുന്നു? കഥ ഇന്ന് വരെ പടം കണ്ടിറങ്ങിയതാണോ? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ സിനിമ? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടായിരുന്നു? ഒരു ഫാമിലി ലവ് ആ ജോണറിൽ പറഞ്ഞ ഇതായിരുന്നില്ല. അപ്പോൾ ഫാമിലിക്ക് കൂട്ടുകാരൊക്കെ അങ്ങനെ പോയി കാണാൻ പറ്റിയൊരു പടം തോന്നിയായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടമാണ്. പക്ഷേ